ഒരു കിടിലൻ ടേസ്റ്റിൽ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാനാണോ നിങ്ങൾ നോക്കുന്നത്? എങ്കിൽ ഇങ്ങ് പോര്. ചിക്കൻ എത്ര വേണമെന്ന് നിങ്ങൾ തീരുമാനിച്ചോളൂ. ഞാനിവിടെ ഏകദേശം 300 ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ മസാലയ്ക്കായി ഒരു 5 അല്ലി വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, 8-10 ചെറിയ ഉള്ളി, 2 ചെറിയ തണ്ട് കറിവേപ്പില, ഇവയെല്ലാം കൂടി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഇതിലേക്ക് 1 സ്പൂൺ നാരങ്ങ നീരും കൂടി ചേർത്ത് ഒന്ന് അരച്ചെടുക്കുക. പകുതി അരവാകുമ്പോൾ അതിലേക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായി പേസ്റ്റാക്കി എടുക്കുക. ഇനി ഈ പേസ്റ്റ് ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഉപ്പ്, 2 ടീസ്പൂൺ സോയാ സോസും കൂടി ചേർത്ത് ചിക്കനിൽ നന്നായി ഇളക്കി യോജിപ്പിക്കുക. നന്നായി ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കണം. ഇത് 1.5 മണിക്കൂറിന് ശേഷം എടുത്ത ചിക്കനാണ്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം പൊടിക്കാത്തത്, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 1 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്തിളക്കണം. വെയിറ്റ് ചെയ്യേണ്ട. ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ ഓരോ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. എണ്ണ അധികമൊന്നും ഒഴിക്കേണ്ട. ചിക്കൻ പീസിൻ്റെ ഒരു സൈഡ് മുങ്ങി നിൽക്കാൻ വേണ്ടി മാത്രം. ഒരു 5 മിനിറ്റ് ശേഷം തിരിച്ചിട്ടോളൂ. രണ്ട് വശവും വെന്ത് വന്നിട്ടുണ്ട്. ഇനി കോരിയെടുക്കാം. ഇതുപോലെ തന്നെ ബാക്കി കൂടി ചെയ്തെടുക്കാം. കോരിയെടുത്ത ശേഷമുള്ള എണ്ണയിലേക്കോ അതല്ലെങ്കിൽ അതിൻ്റെ കൂട്ടത്തിലോ 2-3 പച്ചമുളക് കീറിയതും 10 ചെറിയ ഉള്ളി ചതച്ചതും ഒരു 4-5 കഷ്ണം വെളുത്തുള്ളിയും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തെടുത്ത് മൂപ്പിച്ചെടുക്കാം. തീർന്നു കാര്യം. ടേസ്റ്റ് ഒരു രക്ഷയുമില്ല കേട്ടോ. ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ. പിന്നീട് ചിക്കൻ നിങ്ങൾ ഇങ്ങനെ തന്നെ ഫ്രൈ ചെയ്യുകയുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.